നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ട്രാൻസ്ഫർ വിൻഡോ അവസാന ഘട്ടത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 3 വിൻഡോ ക്ലോസ് ചെയ്യാൻ പോകുന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് വേണ്ട പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടി പല ടീമുകളും ശക്തമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കെയ്ൽ വാക്കർ ഒഫീഷ്യലായിട്ട് AC മിലാനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലോൺ ഡീലിലൂടെയാണ് ജൂൺ എൻഡ് വരെ പുള്ളി ഇപ്പോൾ പോയിട്ടുള്ളത്. ഒബ്ലിഗേഷൻ ടു ബൈ ക്ലോസ് കോൺട്രാക്റ്റിലില്ല. പുള്ളിക്ക് വേണമെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ AC മിലാനിൽ തന്നെ തുടരാം, അല്ലെങ്കിൽ മറ്റൊരു ക്ലബിലേക്ക് എൻഡ് ഓഫ് ദി സീസൺ പോകാനും കെയ്ൽ വാക്കറിന് അവകാശമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2017 ശേഷം വളരെ കാലം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു കെയ്ൽ വാക്കർ. പുള്ളിയുടെ എക്സിറ്റ് എനിക്ക് തോന്നുന്നു ഒരു കറക്റ്റായ സമയത്താണ് എന്ന് പറയേണ്ടി വരും. പുള്ളിയുടെ സ്പീഡിലും ഫോമിലും ഒക്കെ ഒരു ഡിപ്പ് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടിരുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. ഗർനാച്ചോക്ക് വേണ്ടി ഒഫീഷ്യലായിട്ട് ചെൽസിയുടെ സൈഡിൽ നിന്ന് ഒരു ബിഡ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ബിഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ 45 to 50 മില്യന്റെ അടുത്തുള്ള ഒരു എമൗണ്ട് ആണ് യുണൈറ്റഡ് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് വീക്കിൽ തന്നെ ചെൽസി നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഡീല് ക്ലോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇപ്പൊ സാൻചോ പോയതുപോലെ ഗർനാച്ചോ ചെൽസിയിൽ പോയിട്ട് ഒരു മാരക പെർഫോമൻസ് ഒക്കെ കൊണ്ടുവരുമെന്ന് നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇതുകൂടാതെ എൻകുങ്കു ചിലപ്പോ ചെൽസിയിൽ നിന്ന് യുണൈറ്റഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊരു എക്സ്ചേഞ്ച് ഡീൽ ആയിരിക്കില്ല, ഒരു സെപ്പറേറ്റ് ഡീൽ നെഗോഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്ത ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇപ്പൊ കൺഫേം ചെയ്യുന്നുണ്ട്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ഡോർമുണ്ടിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ ഡോർമുണ്ടിന്റെ വിങ്ങർ ആയിട്ടുള്ള കരീം അദിയേമി നെപ്പോളിയിലേക്ക് പോകും എന്നുള്ള വാർത്തയാണ് ഡേവിഡ് ഓൺസിൻ ഒക്കെ ഇപ്പൊ കൺഫേം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 40 to 50 മില്യൺ ആണ് ഡോർമുണ്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നെഗോസിയേഷൻ അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോയി എന്നുള്ള കാര്യം ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അദിയേമിനെ ടീമിൽ എത്തിക്കാൻ വേണ്ടി നാപ്പോളി ശ്രമിക്കും എന്നുള്ളൊരു വാർത്തയും ഇപ്പൊ കാണുന്നുണ്ട്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് വെസ്റ്റ് ഹാമിന്റെ സൈഡിൽ നിന്നാണ്. വെസ്റ്റ് ഹാം മാത്രമല്ല, വെസ്റ്റ് ഹാം, സ്പേഴ്സ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ 3 ടീമുകളും സ്കൗട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ഇപ്പോ അയാക്സിന് വേണ്ടി കളിക്കുന്ന ബ്രയൻ ബ്രോബെ. ശരിക്കും പറഞ്ഞ സ്ട്രൈക്കറാണ്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ ഡച്ച് പ്ലേയേഴ്സിനെയും നമുക്ക് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഡച്ച് ലീഗിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് EPL എത്തിയിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലോൺ ഓപ്ഷൻ ആണ് പല ടീമുകളും എക്സ്പ്ലോർ ചെയ്യുന്നത്. പക്ഷേ ഒബ്ലിഗേഷൻ ടു ബൈ ഓപ്ഷൻ ലോണിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു ഡിമാൻഡ് അയാക്സിനുണ്ട്. വെസ്റ്റ് ഹാം ആക്റ്റീവായിട്ട് ഈ ഒരു ഡീലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യുണൈറ്റഡിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. സ്പേഴ്സ് ഡിസ്കഷനിൽ ഉണ്ട് എന്ന് കേൾക്കുന്നു. എന്തായാലും ബ്രോബെ ഈ ഒരു ജനുവരി വിൻഡോ തന്നെ EPLക്ക് വരുമോ എന്ന് നമ്മൾ കണ്ടറിയണം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അവരുടെ ക്ലബ് റെക്കോർഡ് ആയിട്ടുള്ള ഒരു തുക കൂനിയ എന്നുള്ള സ്ട്രൈക്കറെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡീല് നടക്കാതെ പോയി. ഇപ്പോ ബ്രെൻഫോർഡിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള വിസക്ക് വേണ്ടി 22 മില്യന്റെ ഒരു ബിഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബ്രെൻഫോർഡ് ഈ ഒരു ബിഡ് ഒഫീഷ്യലായിട്ട് റിജക്ട് ചെയ്തു. വിസക്ക് ഒരു വലിയ തുക കിട്ടിയാൽ മാത്രമേ പുള്ളിയെ പറഞ്ഞയക്കൂ എന്നും കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു 28 to 30 മില്യൺ ഒക്കെ ഒരു ഡീസന്റ് ആയിട്ടുള്ള തുകയാണ് ഈ സ്ട്രൈക്കർക്ക് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് വെസ്റ്റ് ഹാമിന്റെ സൈഡിൽ നിന്നാണ്. വെസ്റ്റ് ഹാം ആസ്റ്റൺ വില്ല ഫോർവേഡ് ആയിട്ടുള്ള ജോൺ ഡുറാന് വേണ്ടി 57 മില്യന്റെ വലിയൊരു ബിഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആസ്റ്റൺ വില്ല ഇത് ബ്ലേറ്റന്റ് ആയിട്ട് റിജക്ട് ചെയ്തു. നമുക്കറിയാം, ഈ അടുത്തിടെയാണ് ഡ്യൂറാൻ തന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു വലിയ കോൺട്രാക്ട് ആസ്റ്റൺ വില്ല ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. 57 മില്യൺ ഒന്നും ഒരിക്കലും ആസ്റ്റൺ വില്ല പുള്ളിയെ സെല് ചെയ്യാൻ പോകുന്നില്ല. നമുക്കറിയാം, ഉനൈ എമറിയുടെ ടീമിലെ ഒരു ഇമ്പാക്ട് സബിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന പ്ലെയറാണ് ജോൺ ഡുറാൻ. വളരെ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ട്രൈക്കർ കൂടിയാണ്. ചിലപ്പോൾ ഒരു വലിയ ഡീലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്റ്റൺ വില്ല പുള്ളിയെ സെല്ലിയായിരിക്കും. പക്ഷേ ഈ ഒരു ജനുവരി വിൻഡോയിൽ അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ വളരെ വളരെ സംശയമാണ്. അപ്പൊ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ബ്രസീലിയൻ താരമായിട്ടുള്ള ഡഗ്ലസ് ലൂയിസിനെ സ്കൗട്ട് ചെയ്യുന്നുള്ള വാർത്ത
ഡേവിഡ് ഓൺസ്റ്റിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മിഡ്ഫീൽഡിലേക്ക് ഒരു ബോഡിയെ കൂടി എത്തിക്കുക, മിഡ്ഫീൽഡ് കുറച്ചുകൂടി ശക്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സിറ്റിക്കുള്ളത്. പക്ഷേ ഇത് എത്രത്തോളം പ്രോഗ്രസ് ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.